ഹലോ വാട്സപ്പ് ഗായ്സ്. ട്രാവൽ വിത്ത് അജുൻ്റെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് എൻ്റെ സ്വന്തം നാട്ടിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഇനി ഉണ്ടായിരിക്കുക. ഞാൻ നമ്മുടെ നാടുകാണി വഴിയാണ് ചുരം കയറിയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ചുള്ളിയോടിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് വളരെ എൻജോയ് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എൻ്റെ നാടൊക്കെ കാണാനുള്ള സന്തോഷത്തിൽ പോകുന്ന വഴിക്ക് ചെറിയൊരു പണി കിട്ടി ഗൈസ്. പോകുന്ന വഴിക്ക് വണ്ടിയുടെ ടയർ പഞ്ചറായി. അങ്ങനെ ഞാനൊരു പഞ്ചർ കട കണ്ടെത്തി. ഒരു സൈക്കിളിൻ്റെയൊക്കെ പഞ്ചർ ഒട്ടിക്കുന്ന ഒരാളായിരുന്നു ആൾ. എനിക്ക് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ. ആ വർക്ക്ഷോപ്പിലത്തെ ആൾ വിളിച്ച് ടയറൊക്കെ അഴിച്ച് പഞ്ചർ അടച്ചത് തന്നു. അതിന് ശേഷമാണ് ഞാൻ പിന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. നാടുകാണി ചുരം കുറച്ചങ്ങ് കയറി നാടുകാണി കഴിഞ്ഞ് നമ്മളുടെ പന്തല്ലൂർ റോഡ് അങ്ങ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയനാട് റോഡ് അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര ഗ്രീനറിയാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇതിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം ബൈക്ക് റൈഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അവർ ഹിൽ സ്റ്റേഷൻ റൂട്ട്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അവർക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരിക്കുക. കാരണം ഭയങ്കര ഗ്രീനറി, ഹിൽ ടോപ്സ്, അതുപോലെ തന്നെ നല്ല തണൽ, അങ്ങനെ എന്തോ ഒരു ഭയങ്കര രസമായിരിക്കും. ഇങ്ങനെ ഹിൽ ടോപ്സിലൂടെയൊക്കെ വണ്ടി ഓടിക്കാൻ ഭയങ്കര വൈബ് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വഴിക്കൊക്കെ ഓരോ വ്യൂ പോയിൻ്റ് കാണുന്ന സമയത്തും ഞാൻ വണ്ടി നിർത്തി അവിടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് അത്രയും ഭയങ്കര എൻജോയബിൾ ആയിരുന്നു പോകുന്ന വഴി എന്ന് പറയുന്നത്. അങ്ങനെ ആ തമിഴ്നാട് സ്ട്രക്ചർ അറിയാമല്ലോ, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. പോരാത്തിന് ഞാൻ ടീ പ്ലാന്റേഷൻസിൻ്റെയൊക്കെ നടുക്ക് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തവണ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി റൂട്ട് വരുന്ന സമയത്ത് ഇവിടെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുമ്പോൾ ഒരാളെ ഞങ്ങൾ മുന്നിൽ വന്നിട്ട് എടാ ആന എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ച് സമയത്ത് ഞങ്ങൾ വേഗം വണ്ടി എടുത്ത് പോയി. പക്ഷേ ആൾ പറ്റിച്ചതായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി ഞാൻ പറയുകയാണ്, ഈ റൂട്ടിൽ ഒരുപാട് ആനശല്യമുണ്ട്, ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ നൈറ്റൊക്കെയാണ് ഈ റൂട്ടിലൂടെ, അല്ലെങ്കിൽ നൈറ്റൊന്നും മാക്സിമം ഇതിലൂടെ പോകാതിരിക്കുക. അല്ലാത്ത സമയത്ത് പോകുന്ന സമയത്തും നിങ്ങൾ മാക്സിമം ശ്രദ്ധയോടെ തന്നെ പോകാൻ വേണ്ടി നോക്കുക. കാരണം എല്ലാ വളവിലും എല്ലാ സൈഡിലും ഒക്കെ എലിഫൻറ്റ് ക്രോസിംഗ് സോൺ അല്ലെങ്കിൽ എലിഫൻറ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ പിന്നെ സിമ്പിൾസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്പെൻഡ് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ മുന്നിലേക്ക് പോവുകയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞെങ്കിൽ. കാരണം എൻ്റെ നാട്ടിലേക്ക് പോകുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ അവിടെയുള്ള ആളുകളെയും അല്ലെങ്കിൽ അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഈ ഒരു റൂട്ടിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം തമിഴ്നാട്ടിലേക്ക് പോകുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം തമിഴ്നാട്ടിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരിക്കും. അപ്പോൾ ഞാൻ പോകുന്ന ഈ ഒരു നാടുകാണി റൂട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഫോറസ്റ്റും അതുപോലെ തന്നെ ഭയങ്കര ടീ പ്ലാന്റേഷൻസ് എല്ലാം കൂടി ആയിട്ട്, അതേപോലെ ചുറ്റും കണ്ടില്ല നല്ല അടിപൊളി മലനിരകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലാണ് അങ്ങനെ ഒരു വഴിക്ക് അല്ലെങ്കിൽ തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് ഞാൻ പോകുമ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഈ റൂട്ടിൽ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കേ ഉള്ളൂ. ശരിക്കും എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ ഇഷ്ടം ഒരാൾ കൂടെ ഉണ്ടാകുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇതുപോലത്തെ റോട്ടിൽ കൂടി ഇപ്പോൾ ഞാൻ ഈ പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. കാരണം എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ളിലുണ്ട്. അവിടെയും കുറച്ച് നേരം വണ്ടി നിർത്തി. ഞാൻ സ്ഥിരമായിട്ട് വണ്ടി നിർത്തുന്ന സ്ഥലമാണ് എപ്പോൾ പോകുന്ന സമയത്തും. കാരണം ഇവിടെ ഒരു ഭയങ്കര വെളിച്ചവും ഒരു ഭയങ്കര ലാൻഡ്സ്കേപ്പാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് നേരം വണ്ടി നിർത്തി വെറുതെ കുറേ വീഡിയോയും അല്ലെങ്കിൽ വെറുതെ കുറേ നേരം അവിടെ നിന്നു. അതിനുശേഷമാണ് പിന്നെ ഞാൻ മുന്നിലേക്ക് പോകുന്നത്. നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാനും ഇതിനൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ പോകാൻ എൻ്റെ കയ്യിൽ അതില്ല, അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി നല്ല ഫോണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക മാക്സിമം. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ലൊരു ക്യാമറ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാനിപ്പോൾ അടുത്ത ഈ ഫോൺ വാങ്ങിയത്, ഇത് ഐക്യൂടെ ഒരു ഫോണാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ ബൈക്കും ഈ അടുത്ത് തന്നെയാണ് വാങ്ങിയത്. ഈ ഒരു യാത്ര പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ എക്സ്പൾസ് പറഞ്ഞ ബൈക്ക് തന്നെ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഭൂരിഭാഗം സ്ഥലങ്ങളിലും വണ്ടി നിർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഫോക്കസ്ഡ് ആയിരിക്കുക എൻ്റെ വണ്ടിയായിരിക്കും. കാരണം ഒരുപാട് കാലത്ത് നമ്മൾ ആഗ്രഹമാണ് അത് മുന്നിൽ ഇതുപോലെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ അത് കൂടുതലായിട്ട് ഞാൻ അറിയാതെ അത് ക്യാപ്ചർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം നിങ്ങളത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്ത് ചെയ്യുക, എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
അങ്ങനെ പോകുന്ന വഴിക്ക് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും എൻ്റെ ഇവിടെയൊക്കെ എനിക്ക് നല്ല സ്പോട്ടുകളായിട്ട് തോന്നുന്നു. അവിടെയൊക്കെ ഞാൻ വണ്ടി നിർത്തി ഒരുപാട് സമയം അവിടെ ഇരുന്നിട്ടാണ് ഞാൻ പോകുന്നത്. രാവിലെ 8:30 ഞാൻ ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്ക് ആകെ ഒരു 12 മണി ഒക്കെ ആകുമ്പോഴേക്ക് എത്തണമെന്ന് കരുതിയിട്ട് എൻ്റെ ഇടയിൽ ഒരു പഞ്ചറും കിട്ടി. അതിനുശേഷം ഞാൻ ഏകദേശം എന്താ പറയുക വീട്ടിലേക്ക് എത്താവുന്ന നേരത്തിലേറെയായി ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അത്രയും എൻജോയ് ചെയ്ത് ആണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന എക്സൈറ്റ്മെൻറ്റ് കാണുന്ന സമയത്ത് തന്നെ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അത്. ഗൈസ് കുറച്ചും കൂടി മുന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്താൻ പോകുന്ന ടൗണിൻ്റെ പേര് എരുമാട് എന്നാണ്. അവിടെ നിന്നൊരു 1-2 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കേരള തമിഴ്നാട് ബോർഡറായിട്ടുള്ള താളൂർ എന്ന് പറഞ്ഞ സ്പോട്ടിലെത്തും. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് കേരളത്തിലോട്ട് എൻ്റർ ആവുന്നത്. ഈ റൂട്ടിൽ നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനയുടെ ശല്യം ഭയങ്കര കൂടുതലാണ്. ഒരുപാട് ആനകളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം സൂക്ഷിച്ച് പോകണമെന്ന്. ഇപ്പോൾ ഇതാണ് ഞാൻ പറയാൻ വന്ന കാര്യം. റോട്ടിൽ ആനേനെ മാത്രം പേടിച്ച് പോയാൽ പോരാ, റോട്ടിൽ എന്ത് ചെയ്യും പശുക്കളും നായ്ക്കളും ആടുകളും ഒക്കെ ഉണ്ടായിരിക്കും. വണ്ടി ഓടിക്കുന്ന സമയത്ത് നല്ല സ്പീഡിലൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ നല്ല ശ്രദ്ധിച്ച് തന്നെ പോവുക. കാരണം അപ്പോഴാണ് വണ്ടിയുടെ മുന്നിലേക്ക് ഇതുപോലുള്ള മൃഗങ്ങൾ ചാടുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതും കൂടി ഇന്ന് എന്ത് ചെയ്യുക ടേക്ക് കെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക പോകാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ അത് കയ്യൂന്നി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. കയ്യൂന്നിയിലുള്ള പള്ളിയാണ് ഈ കാണുന്നത്. വയനാട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികൾ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്, നല്ലൊരു ആർക്കിടെക്ചറാണ് കാണാൻ പറ്റുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ എരുമാട് എന്ന് പറയുന്ന ടൗണ്. ഞാനിവിടെ എത്തി കുറച്ച് നേരം ഒന്ന് വണ്ടി നിർത്തി. ചെറിയൊരു മഴ പെയ്തു ഒന്ന് ലോക്കായി. അതിനുശേഷം ഇപ്പോൾ ഞാൻ ബോർഡർ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഞാൻ ഇപ്പോൾ കേരളത്തിലേക്ക് കയറി കഴിഞ്ഞു. ഇത് ഇപ്പോൾ വണ്ണത്തറ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ചുള്ളിയോട് ടൗൺ എത്തും. അവിടെ നിന്ന് പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ ബത്തേരിയിലേക്കും ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലവയൽ എന്ന് പറഞ്ഞ ഏരിയയ്ക്ക് അമ്പലവയൽ ആനപ്പാറ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ആനപ്പാറ എത്തി. ആനപ്പാറ നിന്ന് എന്ത് ചെയ്യാണ് എൻ്റെ വീട്ടിലോട്ടുള്ള പോക്കറ്റ് റോഡാണത്. ഈ റോട്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഒരുപാട് കാലമായിട്ട് സ്കൂളിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഓർമ്മകളാണ്. അങ്ങനെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തെത്തി. ഈ 2 വീടും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീടാണ് വരുന്നത്. അങ്ങനെ ഗൈസ് ഇതാണ് എൻ്റെ നാട്, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ വീട്, എൻ്റെ വല്യമ്മയുടെ വീടാണ്. ഇവിടെയായിരുന്നു ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീട് തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു. അത് പൊളിഞ്ഞു പോയി, കുറേ മുന്നേ ആയതുകൊണ്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നിന്നൊരു ചായയൊക്കെ എടുത്ത് ഞാൻ എന്ത് ചെയ്യാണ് ആ ഒരു എന്താ പറയുക സ്വന്തം നാട്ടിലെത്തിയതൊന്ന് ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ആ ഒരു മഴയൊക്കെ കണ്ട് വല്യമ്മയുടെ വീടിൻ്റെ മുന്നിൽ നിറച്ച് പൂക്കളായിരുന്നു. മല്ലിക ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഓണം കഴിഞ്ഞിട്ടാണ് പൂത്തതെന്നാണ് പറഞ്ഞത്. ഫ്ലവറും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. നല്ല കളർഫുള്ളാണ്. നമ്മൾ നാട്ടിലുള്ള പൂക്കളെ പോലെയല്ല, കുറച്ചുകൂടി കളർഫുള്ളാണ്. കാരണം തണുത്തൊരു സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കളർഫുള്ളായിരുന്നു. ഞാൻ കുറേ പൂക്കളുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കുറേ. പിന്നെ കാപ്പി കാര്യങ്ങളൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ കായ്ച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കുറേ കണ്ട് ഒരുപാട് പൂക്കളെയും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് കുറച്ച് നേരം ഞാൻ അതിലൂടെയൊക്കെ നടന്നു. ഗൈസ് ഇത് എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള കാപ്പിത്തോട്ടാണ്. ഇതിലൂടെയായിരുന്നു ഞാൻ പണ്ട് ബാറ്റും ബോളും സ്റ്റമ്പൊക്കെ എടുത്തിട്ട് എന്താ പറയുക ഓടി പോയിരുന്നു ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇതിലൂടെ പോയിട്ട് ഞങ്ങൾ കളിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ പ്ലേ ഗ്രൗണ്ട്. ഇവിടെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ക്രിക്കറ്റ് കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. ഹലോ ഗൈസ്, ഞാനിപ്പോൾ എൻ്റെ നാട്ടിലെത്തി. വയനാടാണ്, ബത്തേരി ചുള്ളിയോട്. കുറേ കാലം ഇങ്ങോട്ട് വരണം ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്നു, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്പോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ വേറെ മൂടാണ് ഇവിടെ. ഒഴിഞ്ഞൊരു നല്ലൊരു മൊട്ടക്കുന്ന് പോലത്തെ ഒരു പറമ്പും പിന്നെ കുറച്ചൊക്കെ ഒരു എന്താ പറയുക നല്ല സൈലൻ്റാണ്, അടിപൊളിയാണ് ഇവിടെ. കുറച്ച് നേരം ഒന്ന് ഇവിടെ വന്നിരിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോകുന്നതാണ് വീട്ടിൽ നിന്ന്. ഇപ്പോൾ കുറച്ച് മഴയൊക്കെ ഉള്ളൊരു കാലാവസ്ഥയായതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു റൈഡ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ റൂട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മെയിൻ. അപ്പോൾ ഒരു അത്യാവശ്യം കൂടി ഉണ്ടായപ്പോൾ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ജസ്റ്റ് എൻ്റെ നാടൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വ്ളോഗ് ചെയ്തത്. അപ്പോൾ എന്തായാലും കുറേ വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. എല്ലാതും വ്ളോഗിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും.
അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഭയങ്കര ഹാപ്പിയായി, നാട്ടിലെത്തി, എല്ലാവരും കണ്ടു, വീട്ടിൽ പോയി. അപ്പോൾ ഇന്ന് തന്നെ പോകണമെന്നാണ് വിചാരിച്ചത്. മിക്കവാറും ഞാനിപ്പോൾ എന്ത് ചെയ്യും, നൈറ്റ് തന്നെ എന്ത് ചെയ്യും, തിരിക്കും നാട്ടിലേക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നാളെ ഏർലി മോർണിംഗ് എന്ത് ചെയ്യും, നേരത്തെ എഴുന്നേറ്റിട്ട് ഇവിടെ നിന്ന് തിരിച്ച് മലപ്പുറത്തോട്ട്. അപ്പോൾ വന്നത് ഞാനിപ്പോൾ ഗൂഡല്ലൂരല്ല, നാടുകാണി വഴിയാണ് ഞാൻ വന്നത്. നാടുകാണി അവിടെ നിന്ന് ഇങ്ങനെ പന്തല്ലൂർ കയറി ഇങ്ങനെ ഇവിടെ താളൂർ ബോർഡർ കയറിയിട്ട് അങ്ങനെയാണ് വന്നത്. നാളെ മിക്കവാറും ഞാൻ പോകുന്നുണ്ടാവുക ഇവിടെ നേരെ താമരശ്ശേരി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ചുരം ഇറങ്ങിയിട്ട് അങ്ങനെ നാട്ടിലേക്ക് വരാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്തായാലും നല്ല രീതിയിൽ. കാരണം തുടക്കമാണ്, എന്തായാലും അടിപൊളിയാക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓർഡർ കണ്ടേ പേരെന്താ? എന്താണ്? റസ്ബിൻ. എൻ്റെ പേരോ? ഷെയ്ൻ ഷേ. ഏനെ മോനൂസും വിളിക്കാം. ഡബ്സിന്റെ പാട്ട് പാട്ട് നോട്ടെ. പാട്. ചമാനം ജോത്തെ കിനാവത്തിരിക്കാത്തെ ചിത്തിൽ ചെങ്കിലിപ്പാത്തെ വന്നോനും പാനേ വന്നോനും പാനേ വന്നോനും തീർന്നേ രണ്ടായോൻ പാത്തേ വെളിമാനം കണ്ടേ അലിപോടത് കൊണ്ടേ അരവാതിൽ പണിയാനൊരു അരവാതിൽ കണ്ടേ. ഹലോ, വാട്സപ്പ് ഗായ്സ്. ഞാൻ നേരത്തെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഏകദേശം ഒരു 5:30 മണിയാണ് ഇപ്പോൾ നേരം. അപ്പോൾ നമ്മളിന്ന് താമരശ്ശേരി വഴി നേരെ നാട്ടിലേക്ക് പോകുന്ന കുറച്ച് വീഡിയോ ആയിരിക്കും ഈ ഒരു വ്ളോഗിൽ ബാക്കി ഉണ്ടായിരിക്കുക കേട്ടോ. ഒരു സർക്കിൾ റൈഡ് പോലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ നാടുകാണി വഴി വന്നു. ഇന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, താമരശ്ശേരി വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഞ്ഞാണ്, നല്ല തണുപ്പുമുണ്ട്. ഗൈസ്, രാവിലെ 6 മണിയാണ് നേരം. നല്ല തണുപ്പുണ്ട്. സത്യം പറഞ്ഞാൽ വിറച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. കാരണം കയ്യിൻ്റെ ഉള്ളിലൂടെയൊക്കെ തണുപ്പ് കയറിയിട്ട് ഭയങ്കരമായിട്ട് കോച്ചി പിടിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. എന്തായാലും രാവിലെ എന്ന് പറയുന്നത് ഭയങ്കര റിഫ്രഷിംഗ് ആണ്. ഭയങ്കര അടിപൊളിയായിരുന്നു ഈ സമയത്ത്. കാരണം വെളിച്ചം വെച്ച് വരുന്നത് ഇങ്ങനെ കണ്ടുവരാൻ തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഏകദേശം ചുരം എത്തിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ ആ ചങ്ങല ബന്ധിച്ചിട്ടുള്ള ആ ഒരു ആളുടെ ആ ഒരു ക്ഷേത്രത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് തൊഴുതു. അതിനുശേഷം നമ്മളുടെ ആ ഒരു ഗേറ്റിൻ്റെ അവിടെ കുറച്ച് നേരം വണ്ടി നിർത്തി കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ നമ്മളുടെ ചുരത്തിലെ ഏറ്റവും വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് കുറച്ച് നേരം അവിടെ നിന്ന് ഭയങ്കര എൻജോയബിൾ ആണെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. താഴേക്ക് നോക്കി നിന്ന് അവിടെ നിന്ന് പോവും. പക്ഷേ എനിക്ക് രാവിലെ ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഒന്ന് അടിപൊളിയാക്കി ആ ഒരു രാവിലത്തെ ആ ഒരു മൊമെൻറ്റും ആ മേഘവും മഞ്ഞും മലകളും ഒക്കെ കണ്ട് കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്, വീണ്ടും എൻ്റെ യാത്ര തുടർന്നു. ഏകദേശം 10 മണിയൊക്കെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യണം, വീട്ടിലേക്ക് എത്തണം എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താ പറയുക, ഈ ഒരു ഫീൽഡിൽ ആദ്യമായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് അടുത്ത വ്ളോഗ്സ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്തായാലും താങ്ക് യു ഓൾ.